അമ്മേ, വല്ലതും കഴിച്ചോ മോനെ? ആ കഴിച്ചമ്മേ. നിന്റെ ജോലി ടൗണിലാണെന്നുള്ളത് എനിക്കറിയാം. രാത്രിയെങ്കിലും ഒന്ന് വീട്ടിൽ വന്നുകൂടെടാ? കുറച്ച് ജോലിയുണ്ടമ്മേ, ഞാൻ ഞായറാഴ്ച വരാം. നമ്മുടെ കടയും നീ ജോലി ചെയ്യുന്നതിന്റെ അടുത്തല്ലേ? നിനക്കൊന്ന് അച്ഛനെ കണ്ടാലെന്താ? ശരിയമ്മേ, നോക്കട്ടെ. അതെ, സംസാരിക്കുന്നേ. ആരാ? നമ്മുടെ മോനാ നരസിംഹൻ. നീ സംസാരിച്ചാ മതി. ഒന്ന് സംസാരിക്കുന്നേ. എന്താ അമ്മേ, അച്ഛനാണോ? അതെ. എന്നോട് സംസാരിക്കില്ല അല്ലേ? ആ, അങ്ങനെയൊന്നുമില്ല മോനെ. കുഴപ്പമില്ലമ്മേ, ഞാൻ പിന്നെ വിളിക്കാം. എന്തെങ്കിലും ഒന്ന് അവനോട് സംസാരിച്ചൂടായിരുന്നോ? സമയം വരട്ടെ, സംസാരിക്കാം. എന്റെ മുത്തേ ഒന്നു വരുമോ? ഇതും പിടിച്ചോണ്ട് ഇവിടെ നിന്ന് പാടിയോണ്ടോ? പാടിയ സാധനം വരില്ല, കാറിനടിച്ച് ചത്തുപോകും. എന്നാ പറ്റി സൂസേ? ഭയങ്കര വിഷമത്തിലാണല്ലോ. എന്ത് പറയാനാ, ഈ സ്കൂളിലെ ഒരു മാഷുമാര് ശരിയല്ല. നീ ഇവിടുത്തെ ഏത് മാഷിനെയാ പറയുന്നേ? നമ്മുടെ ഇവിടുത്തെ ഇംഗ്ലീഷ് ടീച്ചറെ കണ്ടിട്ടില്ലേ? അവൾ ഇവിടെ ഗ്രാമർ പറഞ്ഞു കൊടുക്കാൻ വരുന്നതാണോ അതോ ഗ്ലാമർ പറഞ്ഞു കൊടുക്കാൻ വരുന്നതാണോ എന്നൊരു സംശയം. ഞാൻ വേറൊന്നും കൊണ്ട് പറഞ്ഞല്ല, അവൾ ഇവിടെ കിടന്ന് ചുറ്റിക്കറങ്ങുന്ന കണ്ടിട്ട് പറയുന്നു. മാഷുമാരൊക്കെയോ? ഒരർഹതയില്ലാത്ത മലയാളം മാഷ്, അറിവില്ലാത്ത കെമിസ്ട്രി മാഷ്, ബുദ്ധിയില്ലാത്ത കണക്ക് മാഷ്. അപ്പൊ ഈ പള്ളിക്കൂടം തന്നെ വേസ്റ്റ് ആണെന്നാണോ? ദേ എടോ മരമൊന്ന തലയാ, പള്ളിക്കൂടം എങ്ങനെ വേസ്റ്റ് ആവുന്നേ? മൊത്തവും 16 ഏക്കർ, അതിൽ 2 ഏക്കറാണ് ബിൽഡിംഗ്. ബാക്കിയുള്ള 16 ഏക്കറിൽ ഫ്ലാറ്റ് ഉണ്ടാക്കി വിറ്റാണ്ടല്ലോ, ഒരാൾക്ക് 6 കോടി കിട്ടും. അതും കൊണ്ട് നമ്മൾ ഇവിടുന്ന് ആൻഡമാനിലേക്ക് പോയി ഒരാൾക്ക് ഒരു ദ്വീപ് വെച്ച് വാങ്ങിച്ചോണ്ടല്ലോ, നല്ല സുഖമായിട്ട് ജീവിക്കാൻ. അല്ല സാറേ, നമ്മുടെ ഈ സ്കൂളിന്റെ നല്ല ഗുണങ്ങളെ കുറിച്ച് ഞാൻ ഇയാൾക്ക് വ്യക്തമായി പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും നീ നിർജീവമായി മൈക്ക് കൂടെ പറഞ്ഞത് ഞങ്ങൾ എപ്പോഴാണ് മൈക്ക് ഓണായത്? ഞാനത് അറിയാതെ ഓൺ ചെയ്തു പോയതാ സൂസേ. മാങ്ങാട്ടി തലയാ, നിനക്കുള്ള പണി ഞാൻ തരാൻ കേട്ടോടാ. എന്നെ കുടുക്കിയല്ലോടാ നീ. മര്യാദക്ക് പുറത്തു പോക്കോടാ. അല്ല സാർ, എപ്പോഴും എന്നോട് ക്ഷമിക്കുന്ന പോലെ നിങ്ങൾ ക്ഷമിച്ചാലും എല്ലാം അറിയുന്ന അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അറിഞ്ഞോ അറിയാതെയോ സാർ, നരസിംഹം എന്തൊക്കെയായി? വിശേഷിച്ചെന്തെങ്കിലും? കോസ്റ്റൽ ഏരിയ മുഴുവൻ അരിച്ചുപേർക്ക് ചെക്ക് ചെയ്യാം സാർ. നമ്മൾ വിചാരിച്ച പോലെ ആയുധം കടത്തലൊന്നുമല്ല സാർ, വേറെന്തോ നടക്കുന്നുണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പലരും തെറ്റ് ചെയ്യുന്നതിന് കൂട്ടി നിൽക്കുക. അടുത്ത പ്ലാൻ? ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന ചില കാര്യങ്ങൾ എനിക്ക് അറിയണം സാർ. അതുകൊണ്ട് ബോബ്സ് മിഷനിൽ എനിക്ക് സഹായിയായിരുന്ന SI പ്രൊമോഷൻ കിട്ടിയ ബാസിയും ബഹദൂറിനെയും ഇവിടേക്ക് പോസ്റ്റ് ചെയ്താൽ എനിക്ക് സഹായമായിരിക്കും. ഉടനെ തന്നെ ചെയ്യാം. താങ്ക് യു സാർ. പിന്നെ കല്യാണം കഴിഞ്ഞുള്ള ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? ഇല്ല സാർ, എൻ്റെ കല്യാണം സാർ കഴിഞ്ഞിട്ടില്ല സാർ. കല്യാണം കഴിഞ്ഞില്ലെന്നോ? കല്യാണത്തിന് സമ്മതം ചോദിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ കാവ്യം കൊണ്ട് വീട്ടിൽ പോയത്. ഞാൻ ജോലി കളഞ്ഞ കാരണത്താൽ എൻ്റെ അച്ഛൻ കല്യാണത്തിന് സമ്മതിച്ചതുമില്ല, എന്നോടൊപ്പം മിണ്ടുന്നുമില്ല. സോറി നരസിംഹ. ഇറ്റ്സ് ഓക്കെ സാർ. താങ്ക് യു സാർ. സാർ, നമ്മുടെ പിള്ളേരോട് വായ മൂട് ബീച്ച് മൂടുന്നു പറയുന്നു. വായ മൂടി വെക്കാം, അത്ര വലിയ ബീച്ച് എങ്ങനെ മൂടുന്നു സാറേ? ഇതുപോലും അറിയില്ലേ? അത് ഹിന്ദി കമാൻഡറാണ്. അത് ഹിന്ദിയാണോ? 1 2 3 4 അതിനേക്കാളും കൂടുതലായിട്ടൊന്നും പറഞ്ഞു തന്നില്ലല്ലോ. സുസേ, പ്രേയറിന് സമയമായി, വേഗം കൊടിയേറ്റാനുള്ള ഏർപ്പാടി. ഓക്കെ സാർ. ആരാ എന്റെ കൊച്ചിനെ ഇങ്ങനെ അടിച്ചത്? ആരാടാ മുട്ടയെ നിർത്തിയത്? എന്താടാ എല്ലാരും നോക്കി നിൽക്കുന്നേ? ചോദിച്ച കേട്ടില്ല? എല്ലാം പാട്ടും കേട്ടുകൊണ്ട് നിൽക്കുന്നല്ലേ? ഒരു കൊച്ചുകുട്ടിയെ ഇങ്ങനെയാണോ അടിക്കുന്നേ? എന്റെ കൊച്ചിനെ മുട്ടയെ നിർത്തും അല്ലടാ. ആരാ അടിച്ചേ? ഇവനാണോ അല്ലെങ്കിൽ ഇവനോ? അതോ ഇവനോ? ഇവനോ? നീ അവിടെ നിക്ക്. എത്ര ധൈര്യം ഉണ്ടായിട്ടാ എന്റെ കൊച്ചിന്റെ മേത്ത് കൈ വെച്ചേ? പിന്നെ ഞാനിന്ന് സ്റ്റുഡൻസ് എല്ലാരും ക്ലാസ്സിൽ പോവും. കുട്ടികളെല്ലാം വേഗം ക്ലാസ്സിൽ കയറാൻ നോക്കേ. ചെല്ലു പോ. ഞങ്ങളുടെ ചേട്ടനെ അടിക്കുമല്ല. പുറത്തു പോകാനാ പറഞ്ഞത്, പള്ളിക്കുടമായത് പോകാനല്ലേ പറഞ്ഞത്. എടാ വളരാ. ഹലോ, പോലീസ് സ്റ്റേഷൻ.
ദേശീയഗാനം പാടിക്കൊണ്ടിരിക്കുമ്പോ ഇടിവെട്ടിയാലും നിന്നിടത്തൊന്നും അനങ്ങാൻ പാടില്ലെന്നുള്ള വിവരമൊന്നും നിനക്കറിയില്ലേ? ത്രിവർണ്ണ പതാകയ്ക്ക് ബഹുമാനം കൊടുത്ത് 50 അധ്യാപകരും 1500 വിദ്യാർത്ഥികൾ നിൽക്കുമ്പോൾ പള്ളിക്കൂടത്തിലേക്ക് അതിക്രമിച്ച് കയറിയതിൽ കുറ്റബോധം തോന്നുന്നില്ലേ? മാതാ പിതാ ഗുരു ദൈവം എന്നാ പറയാറ്. അങ്ങനെയുള്ള അധ്യാപകരോടാണോ നിന്റെയൊക്കെ എഴുന്നേറ്റം? നീയൊക്കെ ഇന്ത്യക്കാരൻ തന്നെയാണോടാ? പാർട്ടിക്കൊടികളുടെ എണ്ണം കൂടിയത് കാരണം പാർട്ടിക്കൊടിയും ദേശീയ പതാകയും തിരിച്ചറിയാൻ ബോധമില്ല നിനക്ക്. ഇന്ന് അധ്യാപകരുടെ അടി വാങ്ങാത്തവര് നാളെ ക്രിമിനലായി പോലീസിനെ ഇന്ന് അടിവാങ്ങും. ഇന്ന് പള്ളിക്കൂടത്തിൽ മുട്ടുകുത്താത്തവൻ നാളെ ജയിലിൽ വാർഡന്റെ മുന്നിൽ മുട്ടുകുത്തും. പഠിക്കുന്ന കുരുന്നുകളുടെ മനസ്സിൽ നീയൊക്കെ എന്തിനാണ് വിഷം കുത്തി നടക്കുന്നത്? ഇയാളാണോ? ഇയാള് കാക്കിയുടിപ്പെട്ട കാണ്ടാമൃഗമാണല്ലോ. അല്ല, ഇവന്മാർക്ക് ഇത്ര രക്തം വരാൻ വേണ്ടി ഇങ്ങനെ അടിച്ചതാരാ? ഞാൻ തന്നെയാ. നീ സ്കൂൾ വാദിയാരാണോ അതോ ഗുസ്തി വാദിയാരാണോ? എന്നെ അടിയാടാ അടിച്ചേ. ഒരു കാര്യം പറയാം, അവരാണ് സ്കൂളിൽ നുഴഞ്ഞു കയറി അധ്യാപകരോട് മതി. അതെല്ലാം സ്റ്റേഷനിൽ ഒന്ന് സംസാരിക്കാം. ഞാനൊരു NCC മാസ്റ്ററാണ്. ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഒരു ഓഫീസർ വന്നാൽ എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ NCC ബറ്റാലിയൻ കമാൻഡർ ചീഫിന്റെ പെർമിഷൻ വേണം. NCCയോ SSLCയോ അതൊന്നും എനിക്കറിയില്ല. അവര് നിങ്ങളെ അടിക്കാൻ വന്നു, വണ്ടിയെ കയറ്റി. നീ ആണെങ്കിൽ അവരെ അടിച്ചേക്കുന്നു, വണ്ടിയെ കയറാൻ. അയ്യോ, ദേ ഇങ്ങോട്ട് നോക്കിയേ. നീ ആ പോലീസിന് ഫോൺ ചെയ്ത് പുള്ളിയെ കുടിക്കുകയല്ലേ? അന്ന് തന്നെ നിന്റെ TC കീറി സ്കൂളിന് വെളിയിൽ അയക്കേണ്ടതായിരുന്നു. നീ പാവാണെന്ന് അയാൾ വിചാരിക്കുമ്പോ അയാളോട് ഇങ്ങനെ ചെയ്യുന്ന നീ? അല്ല, ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തു. നീ വേണോന്ന് വെച്ച് തന്നെ ചെയ്തതാ. അയാളൊന്ന് വന്നോട്ടെ. നിന്റെ തല ബക്കറ്റ് കമത്തി വെച്ച് ഭരതനാട്ടം അടിക്കളെ ഞങ്ങൾ കാണിച്ചു തരാം. നീയാണോ പോലീസിന് ഫോൺ ചെയ്തേ? സോറി സർ. സ്കൂളിൽ അത്രയും പേര് വെറുതെ ഇരുന്നപ്പോ നീ എന്തിനാ പണി ചെയ്തേ? അത് ഞാൻ ആ റൗഡികൾ കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് കരുതിയിട്ടാ. ഗുഡ്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഹൃദയം മെല്ലെ മലർത്തുകി തഴുകുകില്ലേ? സത്യ, come here. Happy birthday, സത്യ. ഹേയ്, സുഖാണോ? സുഖം തന്നെ സാർ. എനിക്കെത്തിനെ സല്യൂട്ട്. എന്നായിരുന്നാലും ഞങ്ങളുടെ മേലധികാരിയല്ലേ സാർ? മതിയാ, കകത്തേക്ക് വാ. യെസ് സാർ. അല്ല, നിങ്ങളൊക്കെ എന്താ ഇങ്ങോട്ട്? സാർ, മെട്രാസിറ്റിയെ വിറപ്പിച്ച മെന്റൽ ഹരിയെ ഞാൻ വെടിവെച്ചു കൊന്നതിനാൽ ഇമോഷണൽ ആയിട്ട് IG എനിക്ക് പ്രൊമോഷനും തന്നു. ഈ സിറ്റിയിലുള്ള സകല റൗഡുകളെ മുട്ടുകുതിച്ച് കാല് തല്ലിയൊടുക്കാൻ പറഞ്ഞ് കയ്യിലെ ലാത്തിൻ തന്നു അയച്ചതാണ് സാർ. ശരി സാർ, അങ്ങനെ ഇത്രയും പെട്ടെന്ന് NCC മാസ്റ്റർ ആയത്? കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ NCC C സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. 21 ദിവസം ട്രെയിനിങ് ആയിട്ട് നാഗ്പൂർ ക്യാമ്പിന് പോയിട്ടുണ്ട്. NCC മാസ്റ്റർ ആയിട്ട്. കാവ്യമാടത്തിന് സുഖം തന്നെയല്ലേ സാർ? എനിക്ക് വേണ്ടി കാത്തിരിക്കുക. ഗുഡ് മോർണിംഗ് സർ. കാവ്യേ, യെസ് ഡാഡി. ഡ്രൈവർ മുകുന്ദൻ അയാളുടെ മോളുടെ കല്യാണത്തിന് കുടുംബത്തോടെ വന്ന് ഇൻവിറ്റേഷൻ തന്നിട്ട് പോയിരിക്കുന്നു. ഞാൻ ഹാപ്പിയല്ല. എന്റെ മോളുടെ കല്യാണം എന്നാ നടക്കുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. 6 മാസം കൂടി വെയിറ്റ് ചെയ്യാനാ നരസിംഹൻ പറഞ്ഞത് ഡാഡി. നോ വേ. ഇപ്പൊ തന്നെ അങ്ങോട്ട് ചെന്ന് എന്തുകൊണ്ടാ കല്യാണത്തിന് സമ്മതിക്കാത്തെന്ന് അവന്റെ അച്ഛനോട് ചോദിക്കാൻ പോവാ. നരസിംഹൻ ഈ കാര്യം അറിയിച്ചേക്ക്. എടാ ദിലീപേ, വണ്ടി നിർത്ത്. ശരി സർ. എന്ത് പറ്റിയെന്ന്? കാവ്യമോളെ, നിങ്ങളുള്ളപ്പോ കല്യാണക്കാര്യം സംസാരിച്ചാൽ ശരിയാവില്ല. ഞാനും അമ്മയും സംസാരിച്ചിട്ട് വരാം. നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ. സാറ് പറഞ്ഞത് ശരിയാ. അവിടെ നടക്കുന്ന സംഭവമൊക്കെ എനിക്ക് ലൈവ് ആയിട്ട് വീഡിയോയിൽ കാണണം. ഓക്കെ? എന്നെയും എന്റെ കുടുംബത്തെയും ബഹുമാനിച്ച് ബന്ധുക്കളാകാൻ വന്നിരിക്കുവല്ലേ? എന്തു പറയണമെന്നറിയില്ല. ഈ 2 പെങ്കൊച്ചുങ്ങളും
വന്നത് മുതൽ എന്താ ലാപ്ടോപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നേ? അതെ, ലാപ്ടോപ്പ് മുത്തശ്ശി. മോളുടെ കല്യാണം പെട്ടെന്ന് നടന്നു കാണുന്നുള്ള ആഗ്രഹം കൊണ്ട് പുറപ്പെട്ടു വന്നതാ. എന്താ മോളെ സിനിമ കാണുവാന്നോ? അതെ മുത്തശ്ശ. എന്താ ആരും ഒന്നും മിണ്ടാതിരിക്കുന്നേ? അല്ല, നിങ്ങളുടെ പലചരക്ക് കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ എങ്ങനെയാ? സൈക്കിളിൽ വെച്ചാണോ സപ്ലൈ ചെയ്യുന്നേ, അല്ലെങ്കിൽ ആപ്പയിൽ വെച്ചാണോ സപ്ലൈ ചെയ്യുന്നേ? കല്യാണക്കാരി അറിയാമെന്നാണോ അതോ കച്ചവടം അറിയാമെന്നാണോ? അല്ല, ആരും ഒന്നും മിണ്ടുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും പറയാം. ചേച്ചി, ചേച്ചിയുടെ ആൾ വെറുതെ നിൽക്കുക. സംസാരിക്കാൻ പറ. നിങ്ങൾ എന്തിനാ മിണ്ടാതിരിക്കുന്നത്? എന്തെങ്കിലും സംസാരിക്ക്. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഒന്നും നടക്കുന്ന ലക്ഷണം കാണുന്നില്ല. നുണ, വെറുതെ നുണ പറയരുതേ. നിങ്ങൾ ഒന്നും മിണ്ടാതെ മുത്തശ്ശിയുടെ അടുത്ത് കൈയും കെട്ടി നിൽക്കുകയല്ലേ? എല്ലാം ഞാൻ കാണുന്നുണ്ട്. കണ്ടെന്നോ? എവിടെ ഇരുന്ന്? അമ്മ മൊബൈലിൽ കൂടി ലൈവ് ടെലികാസ്റ്റ് ചെയ്യാ. ചേച്ചി എന്താടാ? എടുത്തോളൂന്നേ. ഞാനിപ്പോ ഇത്തിരി ബിസിയാ. പോകാൻ നേരം കുടിച്ചോളാം. അങ്ങനെ എന്താ അത്ര ബിസി? കൊള്ളായിപ്പോയി. എന്റെ മകൻ പോലീസ് ജോലിയിലായിരുന്നെങ്കിൽ ഈ ആലോചന സന്തോഷമായി സ്വീകരിച്ചേനെ. അത് അവന്റെ അവസ്ഥ വളരെ മോശമാ. ഇതിലെന്തിരിക്കുന്നു? ഇന്ത്യ സൈക്കിൾസ് പോലെ ഇന്ത്യ ട്യൂബ്സ് എന്ന തൃശ്ശൂരിൽ ഒരു കമ്പനി ആരംഭിച്ച് നരസിംഹനാഥിന്റെ MD ആക്കിയാൽ 100 പേർക്ക് അവൻ ജോലി കൊടുക്കുമല്ലോ. ഇതുപോലെയൊന്നും ആകരുതെന്നാ വിചാരിച്ചത്. അവൻ എന്നെ അനുസരിക്കാത്തൊരു മകനായിരുന്നേ സാരമില്ലായിരുന്നു. എന്റെ മോനായി തന്നെ ഇരിക്കട്ടെ. അത് പിന്നെ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അമ്മേ, എന്നോട് ദേഷ്യമാണോ? ഓരോരുത്തരും ഇങ്ങനെ തുടങ്ങിയ ഞാൻ എന്താടാ മോനെ ചെയ്യാ? ഇനി കുറച്ച് ദിവസം കൂടി എല്ലാം ശരിയാവും. അയ്യോ അയ്യോ എന്റെ കൈ ഒടിഞ്ഞല്ലോ. കുറച്ച് കെയർഫുൾ ആയിട്ട് വന്നൂടായിരുന്നോ? മന്ദഹാസം ചന്ദ്രകാന്തം നിന്നിൽ കണ്ടു ഞാൻ. പെണ്ണ് തോൽക്കും ശില്പം അല്ലേ ഒന്നരികെ വാ. കണ്ണിൽ കണ്ണിൽ നോക്കി നമ്മൾ നാണം കണ്ടു. ഞാനും നെഞ്ചിൽ ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത്. ആരാ ഇത്ര ഒച്ചത്തി ഏമക്കം വിടുന്നത്? സാറേ, ഇന്ന് ഭയങ്കര ഇളക്കമാണല്ലോ. സ്നേഹം വന്നു കഴിഞ്ഞു സാറേ. കാല് രണ്ടും ഡാൻസിങ്ങാ സാറേ. നീ പ്രേമിക്കാൻ തുടങ്ങിയെന്നോ? പിന്നെന്താ, ചിക്കൻ കുനിയാണോ വന്നത്? ടൂലറ്റ് ബോർഡ് വെച്ചിരുന്ന എന്റെ ഹൃദയത്തിനെ ഒരു പെണ്ണ് വന്ന് അഡ്വാൻസ് തന്നിട്ട് പോയി സാറേ. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ചെറിയ ആക്സിഡന്റ്. അവരെ കാണാനായിട്ട് ദേ നോക്ക് സാറേ, വരുന്ന കണ്ടില്ലേ? ദേ ഇവരുടെ കാര്യം ഞാൻ പറഞ്ഞത്. ദേ നോക്ക്, കണ്ടിട്ട് അറേബ്യ കുതിരയെ പോലെ തന്നെയല്ലേ? കുതിരയെ നിങ്ങൾ ടിവിയിൽ കണ്ടിട്ടുണ്ടായിരിക്കും, സിനിമയിൽ കണ്ടിട്ടുണ്ടായിരിക്കും, സൂവിൽ കണ്ടിട്ടുണ്ടായിരിക്കും, എന്തിനു പറയണം, റേസിലും കൂടി കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ചുരിദാറിട്ട് നേരെ കണ്ടിട്ടുണ്ടോ? സൈഡിലേക്ക് കൊണ്ടുപോയി ഒരു ഉമ്മ കൊടുത്ത 1 മാസത്തേക്ക് കഴിക്കേണ്ട ആവശ്യമില്ല. വരുന്നു. ഹായ്. വരാം ഇപ്പൊ വരാം ഞാൻ. എവിടെ? എന്താ കാവ്യ ഈ വഴിക്ക്? ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല. നാട്ടിലേക്ക് പുറപ്പെടാൻ പോവാ. പറഞ്ഞിട്ട് പോവാന്ന് കരുതി വന്നതാ. വലിയ പ്രശ്നം ഞാൻ ലേലത്തിൽ വാങ്ങിയല്ലോ. കവ്യേ, നിനക്കെന്നോട് വെറുപ്പൊന്നുമില്ലല്ലോ? ഇല്ല, സ്വല്പം പോലും ഇല്ല. സോറി കാവ്യ. നിങ്ങൾ അത്രയും വലിയ ജോലി കളഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നെങ്കിൽ അതിലെന്തെങ്കിലും കാരണം ഉണ്ടാവും. അതെന്താന്ന് എന്നോട് പറയേണ്ട ആവശ്യമില്ല. ഞാനത് ചോദിക്കൂല്ല. അതെന്താ? ബിക്കോസ് ഐ ലവ് യു. ഐ ലവ് യു സോ മച്ച്. ദൈവമേ, എല്ലാം അറിയുന്ന അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ചെയ്ത തെറ്റുകൾ എന്നോട് ക്ഷമിക്കണമേ. ഞാൻ വീണ്ടും അപേക്ഷിക്കുകയാണ്. NCCയുടെ ഭാവി ഭാര്യയെ ഞാൻ അപമര്യാദയായി പെരുമാറി കുതിരയെന്ന് വിളിച്ചു. എന്നോട് ക്ഷമിക്കണമേ. എന്നോട് എന്നേക്കും ക്ഷമിക്കണമേ. ഞാൻ ചെയ്ത പാവങ്ങൾക്ക് ഞാൻ അനുഭവിക്കേണ്ടവനാണ്. എന്നോട് ക്ഷമിക്കണമേ ദൈവമേ, എന്റെ ദൈവമേ.